ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. റാംബോച്ചൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെല്ലാവരും വിളിക്കുന്നത് റാംബോച്ചൻ എന്നാണ്. നിങ്ങൾക്കും റാംബോച്ചൻ എന്ന് വിളിക്കാം. ഇതങ്ങനെ എന്തുകൊണ്ട് ഈ യൂട്യൂബ് ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനങ്ങനെ വലിയ പ്രത്യേകതയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സിംഗിൾ മല്ലൂസ് എന്ന പേര് വരാൻ തന്നെ കാരണം ഞാൻ സിംഗിളായതുകൊണ്ട് മാത്രമല്ല, ഒരു ജോലി അന്വേഷിച്ച് ബഹ്റിനിൽ വന്ന എനിക്ക് ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് പോലും ബഹ്റിനിലില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ജോലി അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏകദേശം ഒരു 22ഓളം ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഇൻ്റർവ്യൂവിലും നല്ല അതിഭയങ്കരമായി അവരെ വിളിക്കാം, നമുക്ക് നോക്കാം, തിരിച്ച് കോണ്ടാക്ട് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ അതിഭയങ്കരമായിട്ട് സന്തോഷിച്ച് തിരിച്ചു പോരും. തിരിച്ചവരുടെ വിളിയും കാര്യങ്ങളൊന്നും കാണാണ്ടാവും. നമ്മൾ പതിവ് പോലെ വെബ്സൈറ്റ് എടുക്കും, അടുത്ത ജോലി സ്ഥലം തപ്പിയെടുക്കും, CV അയക്കും. ചിലർ വിളിക്കും, ചിലർ വിളിക്കില്ല. ചില കമ്പനിയിൽ ഞാൻ ഡയറക്റ്റ് പോകും. അങ്ങനെ കുറച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ എനിക്ക് സംസാരിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനൊന്നും ആരുമില്ല. ആകെ ഇരുന്ന് വട്ടായി, ബോറായി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ചേട്ടൻ ഇതുപോലെ AVS യൂട്യൂബ് ചാനൽ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ ഒരു ചാനലിൻ്റെ പേര്. അതിനകത്ത് ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി അത് പറയുന്നത്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ എന്തിനൊക്കെ വേണം, ആരോടെങ്കിലും എന്തിനൊക്കെ സംസാരിക്കണം. സത്യം പറയാലോ, ഞാൻ എൻ്റെ കോളേജിലെ ഫ്രണ്ട്സിനോടും സ്കൂൾ ഫ്രണ്ട്സിനോടും എൻ്റെ നെയ്ബേഴ്സിനോടും സത്യം പറഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാരോട് പോലും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയവർ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവരെയും എല്ലാവരെയും അറിയിച്ച് കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയതായിട്ട് ഞാൻ അതിന് മാത്രം വലിയ അച്ചീവ്മെൻറ്റ്സ് ഒന്നും നേടിയിട്ടില്ല ലൈഫിൽ. പലരും പലതും പറഞ്ഞു, ഇതിന് ഇനി യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ മറ്റേ മൈക്ക് വേണം, അത് വേണം, ഇത് വേണം, ട്രൈപോഡ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഒരു കുന്തം ഇല്ലാതെ ഒന്ന് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളങ്ങനെ അത്ര വലിയ പ്രൊഫഷണലായിട്ട് അങ്ങനെ യൂട്യൂബിനെ കുറിച്ച് അറിയാവുന്ന യൂട്യൂബിലുള്ള മറ്റുള്ളവരുടെ പേജുകൾ കാണും, നമുക്കിഷ്ടമുള്ള ഇതൊക്കെ ലൈക്ക് ചെയ്യും, ഇഷ്ടമില്ലാത്തതിന് വായി തോന്നി കമൻറ്റ് ചെയ്യും. അങ്ങനെ ഒരു കോമൺ മാൻ, അത്രയേ ഉള്ളൂ. എന്നെക്കുറിച്ച് പറയാം, ഒരു സിവിൽ എഞ്ചിനീയറാണ്. ബഹ്റിനിൽ ജോലി തപ്പി വന്നതാണ്. ചുരുട്ടി പിടിച്ച് 5 ദിനാറിൻ്റെ നോട്ടുമായിട്ട് ബഹ്റിൻ്റെ വീതികളിൽ ഇങ്ങനെ അങ്ങടി കിടക്ക് ഒരുപാട് അലഞ്ഞു വന്നിട്ട് ഏകദേശം 1.5 മാസമായിട്ടോ. 90 ദിവസമാണ് വിസ. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വിസിറ്റ് വിസയിൽ വന്നാൽ ഇവിടെ ജോലി കിട്ടില്ല, വിസിറ്റ് വിസയിൽ വന്നാൽ ജോലി ചെയ്യാൻ പാടില്ല. അത് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ നിയമത്തിനെതിരാണ്. ഫ്ലെക്സി വിസ വേണം അത്രേ. അപ്പോൾ ഫ്ലെക്സി വിസ വേണ്ടി മാത്രമാണ് ജോലിക്ക് ഇവിടെ കയറാൻ പറ്റും. അല്ലാതെ വിസിറ്റ് വിസയിൽ വന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ജോലി തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വീണ്ടും നാട്ടിലോട്ട് പോകണം. വീണ്ടും നാട്ടിലോട്ട് പോയി വീണ്ടും മെഡിക്കലെടുത്ത് വീണ്ടും തിരിച്ചിടെ വന്നിട്ട് വേണം ജോലി കയറാൻ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ബഹ്റിനിലേക്ക് ജോലിക്ക് അന്വേഷിച്ച് വരാൻ തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ആരും വിസിറ്റ് വിസയിൽ വരരുത്. ഫ്ലെക്സി വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്ലെക്സി വിസയിൽ അപ്ലൈ ചെയ്യുക, അതാകുമ്പോൾ ഇവിടെ വെച്ച് ഇൻ്റർവ്യൂവിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറാം. ഇപ്പോൾ ഈ 10-24 ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ അവരാരും വിളിക്കാമെന്നുകൊണ്ട് വിളിക്കാതിരിക്കുന്നത് എൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ മോശമായതുകൊണ്ടല്ല. മെയിനായിട്ടൊരു ഇഷ്യൂ ഈ വിസിറ്റ് വിസ ആയതാണ്, പറഞ്ഞ സ്റ്റൈല്. അപ്പോൾ അതിനകത്ത് നമ്മൾ വിസിറ്റ് വിസയിലല്ല ഫ്ലെക്സി വിസയിലായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ താല്പര്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് വിസ ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഈ നെറ്റിലും എല്ലായിടത്തും മറ്റേ ഈ ആഡുകൾ കൊടുക്കുന്നവർക്കൊക്കെ ഇമ്മീഡിയറ്റ് ജോയിനിങ് ആണ്. അവർക്ക് എത്രയും പെട്ടെന്ന് ആൾക്കാരെ വേണം, എത്രയും പെട്ടെന്ന് എഞ്ചിനീയേഴ്സിനെ വേണം. ചിലപ്പോൾ സൈറ്റിൽ പെട്ടെന്ന് ആളുണ്ടാവില്ല, ചിലപ്പോൾ പുതിയ സൈറ്റ് കൂടും. അപ്പോൾ സൈറ്റിൽ നിന്നും കൂടുമ്പോൾ എല്ലാ സൈറ്റിലും നിർത്താൻ പറ്റിയ എഞ്ചിനീയേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവരതിന് എഞ്ചിനീയറെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ട അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ വിസിറ്റ് വിസയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നാട്ടിൽ പോകണം, നാട്ടിൽ പോയിട്ട് തിരിച്ചു വരണം. അത് മാത്രം പോരാ, 30 ദിവസം ഇവർക്ക് പേപ്പറിൽ പരസ്യം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസ അയച്ചു കഴിഞ്ഞാൽ പിന്നെ 25 വർക്കിംഗ് ഡേയ്സ് അതിന് വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു 10-45 ദിവസത്തെ പ്രോസസ്സുണ്ട്. അങ്ങനെ 1.5-2 മാസം കഴിഞ്ഞിട്ട് എഞ്ചിനീയറിന് മതി എന്നുള്ളവരൊക്കെ ആണെങ്കിൽ എടുക്കും. അല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ച് ഇരിക്കുന്നവരൊന്നും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇത് ഇതിനകത്ത് ഇപ്പം കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, നീളം പൊക്കമുള്ള ബിൽഡിങ്. ആ ബിൽഡിങ്ങാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ ഇത് നമ്മുടെ ഷോർട്സിൽ ആദ്യം ഇട്ടതും
ഇതിനകത്ത് തമ്പനയിലായിട്ട് ആദ്യം ഇട്ടതൊക്കെ ഈ ഒരു ബിൽഡിങ്ങാണ്. ബെഹ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് കഴിഞ്ഞാൽ ആദ്യം കാണുന്നതാണ്. ഞാൻ അത് തന്നെ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കാരണം തന്നെയുണ്ട്. ഈ ബെഹ്റിൻ എന്ന് യൂട്യൂബിൽ സെർച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ബിൽഡിംഗ് അതാണ്. ഞാനാണെങ്കിൽ ബസ് കയറുമ്പോൾ ഈ പറഞ്ഞ പോലെ മനാമിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ബിൽഡിംഗ് കാണും. നമുക്ക് ബെഹ്റിൽ നിന്നിട്ട് വേറെ എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മനാമിൽ വരണം.